Assalamu alaikum and a very good evening to all. നമ്മുടെ പ്രദേശത്തിന്റെ സമഗ്ര പരിവർത്തനം ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ച മിനാർ യാത്രയുടെ സഫലമായ 7 വർഷം പിന്നിട്ടിരിക്കുന്നു. മനുഷ്യന്റെ അടിസ്ഥാന കാര്യങ്ങളിലൊന്നായ ശാരീരിക മാനസിക ആരോഗ്യത്തെ അടിസ്ഥാനപ്പെടുത്തി മിനാർ വൈവിധ്യമാർന്ന സേവന പരിപാടികളും പദ്ധതികളുമാണ് നടത്തിവരുന്നത്. പൂർണ്ണ ആരോഗ്യം എന്നത് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. പൂർണ്ണ ആരോഗ്യത്തിലേക്കുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക മിനാറിന്റെ ബാധ്യതയായി മനസ്സിലാക്കുന്നു. അതിനാലാണ് വിവിധങ്ങളായ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ മിനാറിന്റെ തുടക്കം മുതലേ നടത്തിവരുന്നത്. വെളിച്ചം കൊണ്ട് ഇരുട്ടിനെ അകറ്റുമെന്ന പോലെ രോഗങ്ങളെ പറ്റിയുള്ള ശരിയായ അറിവ് രോഗത്തെ അകറ്റി നിർത്താൻ നമ്മെ സഹായിക്കുന്നു. പക്ഷാഘാതം എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ബോധവൽക്കരണ സദസ്സ്. പക്ഷാഘാതം അല്ലെങ്കിൽ നാം സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന സ്ട്രോക്ക് നമ്മുടെയൊക്കെ കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും എത്തിപ്പെട്ട ഒരു ജീവിതശൈലി രോഗമാണ്. വ്യക്തിയെയും കുടുംബത്തെയും തീരാ ദുഃഖത്തിലേക്ക് നയിക്കുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് ശരിയായ അറിവും മുൻകരുതലും തക്ക സമയത്തുള്ള ചികിത്സയും നമ്മെ ഒരു പരിധിവരെ രക്ഷിക്കും. അത്തരം അറിവ് നേടാൻ സഹായിക്കട്ടെ ഇന്നത്തെ ഈ സദസ്സ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രദേശത്തുകാരനായ വളരെ പ്രഗത്ഭനായ ഡോക്ടർ അഷ്റഫ് അവർകളാണ് എന്നത് മിനാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നതാണ്. ഈ ബോധവൽക്കരണ സദസ്സിനെ സ്വാഗതം ആശംസിക്കുന്നതിനായി മിനാർ മെഡിക്കൽ എയ്ഡ് ആൻഡ് ഗൈഡൻസ് കോർഡിനേറ്റർ മുസ്തഫ APV അവർകളെ സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മിനാറിന്റെ സബ് സെന്ററുകളുമായ മെഡിക്കൽ എയ്ഡ് ആൻഡ് ഗൈഡൻസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത്. രോഗികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും രോഗികൾക്ക് അവർക്ക് വേണ്ടിയുള്ള വീൽ ചെയർ പോലെയുള്ള ഉപകരണങ്ങൾ ചെയ്യുകയാണ് ഈ മെഡിക്കൽ ഗൈഡൻസ് വിങ്ങിന്റെ കീഴിൽ നടക്കുന്ന പരിപാടികൾ. നമ്മുടെ നാട്ടിൽ ഇന്ന് ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ പ്രായമുള്ളവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് സ്ട്രോക്ക്. ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലായ്മ അവരുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള വൈകുന്നത് മൂലം അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത്. ഈ അവസ്ഥയിൽ രോഗത്തെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിനെ തടയാൻ എന്താണ് വഴി എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. അത് നമ്മുടെ നാട്ടുകാരനായ ഡോക്ടറാണ്. അദ്ദേഹത്തെ കിട്ടിയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഞങ്ങളുടെ സംശയ നിവാരണങ്ങൾ നടത്താനുള്ള അവസരമാണ് അത് ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന മിനാറിന്റെ വൈസ് ചെയർമാൻ മുഹമ്മദ് ഉണ്ണി സാഹിബിനും അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്ന അഷ്റഫ് ഡോക്ടർക്കും ഇതിന്റെ ഉപസംഹാരം നടത്തുന്ന മിനാറിന്റെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സാജിദ് നദ്വിക്കും സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ പദവിയിലേക്ക് മുഹമ്മദ് ഉണ്ണി സാഹിബിനെ അവരും ക്ഷണിക്കുന്നു. ഈ സദസ്സിന് അധ്യക്ഷത വഹിക്കുന്നത് മിനാർ വൈസ് ചെയർമാനും ദീർഘകാലം UAE ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുകയും മിനാറിന്റെ തുടക്കം മുതൽ മെഡിക്കൽ ഗൈഡൻസ് വിങ്ങിന് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് കുഞ്ഞി അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി. ബഹുമാന്യരെ, കോവിഡ് മഹാമാരിയുടെ ഈ പശ്ചാത്തലത്തിൽ മിനാറിന്റെ 7ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനാറിന്റെ 4 സബ് സെന്ററുകളിൽ ഒന്നായ മെഡിക്കൽ എയ്ഡ് ആൻഡ് ഗൈഡൻസിന്റെ കീഴിൽ പക്ഷാഘാതത്തെക്കുറിച്ച്
ഒരു മെഡിക്കൽ ക്ലാസ് ആണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഒരുപാട് മെഡിക്കൽ ക്ലാസ്സുകളും മെഡിക്കൽ ക്യാമ്പുകളും മിനാർ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. എനിക്ക് ആകെ അനുവദിച്ചിരിക്കുന്ന 5 മിനിറ്റ് മാത്രമാണ്. എങ്കിൽ പോലും ഒരിക്കലും ഓർമ്മയിൽ നിന്ന് മാറാത്ത 1-2 ക്യാമ്പുകളെ കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കുകയാണ്. തിരുവനന്തപുരം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന RCC റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടുകൂടി മിനാറിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ക്യാമ്പ് നടത്തിയിരുന്നു. ഏർലി ഡിറ്റക്ഷൻ ക്യാൻസർ ക്യാമ്പായിരുന്നു അത്. നേരത്തെ തന്നെ രോഗങ്ങൾ കണ്ടുപിടിച്ച് അതിന് ചികിത്സ നിർണ്ണയിക്കുന്ന ഒരു ക്യാമ്പായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ യൂട്രസ് ക്യാൻസറും ഒക്കെയുമായി ബന്ധപ്പെട്ട് വലിയൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം കിഡ്നിയുമായി ബന്ധപ്പെട്ട്, കിഡ്നി ഡിസീസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന കിഡ്നി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വലിയൊരു ക്യാമ്പ് അന്നും നടത്തിയിരുന്നു. ഒരുപാട് ആയിരങ്ങൾക്ക് ഗുണം ലഭിച്ച ഒരു 1-2 ക്യാമ്പുകളായിരുന്നു അത്. ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. അതുപോലെ വേറെയും ഒരുപാട് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചും ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ് എന്നിവയെ കുറിച്ചും ക്യാമ്പുകൾ നടത്തിയിരുന്നു. നമുക്കറിയാവുന്ന പോലെ കോവിഡിന്റെ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് പഴയതുപോലെ ഇരുന്ന് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ അസാധ്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കേണ്ടി വന്നത്. ഡോക്ടർ അഷ്റഫ് ഈ നമ്മുടെ ഈ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് കുറെ നാളുകൾക്ക് മുമ്പേ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം വരാമെന്നും ഏറ്റതാണ്. അതിനടിയിലാണ് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പുണ്ടായ നമ്മുടെ കോവിഡ് കാരണം അത് നീണ്ടുപോയത്. എങ്കിൽ പോലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും അദ്ദേഹത്തെ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് അതിന് നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. പിന്നെ എനിക്ക് വേറൊന്ന് കാര്യമായിട്ട് പറയാനുള്ളത്, ഡോക്ടർ അഷ്റഫിനെ പരിചയപ്പെടുത്തുക എന്നത് ഒരു അധികപ്പറ്റായി മാറുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എങ്കിൽ പോലും ആർക്കെങ്കിലും അറിവില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഡോക്ടർ അഷ്റഫ് VV മാട്ടൂർ സ്വദേശിയാണ്. അദ്ദേഹം MBBS-ഉം MD-യും നിന്നായിരുന്നു. പിന്നെ DM ന്യൂറോളജിയിൽ നമുക്ക് അറിയാവുന്ന പ്രസിദ്ധ കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ നിംഹാൻസിൽ വെച്ചായിരുന്നു അദ്ദേഹം ന്യൂറോളജിയിൽ DM എടുത്തത്. ശേഷം അദ്ദേഹം എപ്പിലെപ്സിയിലും മറ്റ് ന്യൂറോ ഡിസോർഡേഴ്സിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലണ്ടനിലും വിദേശത്തൊക്കെ അദ്ദേഹം പ്രത്യേക ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷങ്ങളായി അദ്ദേഹം ന്യൂറോളജിയിൽ മിംസിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് മിംസിൽ നിന്ന് മാറി ഇപ്പോഴ് മൈത്ര ഹോസ്പിറ്റലിലാണ് സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജി ആയി അദ്ദേഹം സേവനം അർപ്പിക്കുന്നത്. ഈ പരിപാടി നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ അദ്ദേഹം അഷ്റഫ് സാഹിബിന്റെ 1/2 മണിക്കൂർ നേരത്തെ ലെക്ചറിങ്ങിന് ശേഷം ബാക്കി 1/2 മണിക്കൂർ ചോദ്യോത്തരങ്ങൾക്കുള്ള സെഷനാണ്. ഇതെല്ലാവരും ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്ന അപേക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ അഷ്റഫ് സാഹിബിനെ ക്ഷണിക്കുകയാണ്. Thank you, sir. A neurologist with more than 15 years of experience, Dr. Ashraf VV is an expert in treating complex neurological problems and various neurological emergencies. He has done specialized training in epilepsy at UCL Institute of Neurology, Queen Square, London. He is actively involved in clinical research and training postgraduates in neurology. He completed MBBS and MD General Medicine from Calicut Medical College and DM in Neurology from National Institute of Mental Health and Neurosciences, Bangalore. His areas of special interest are epilepsy, clinical neurophysiology, and neuromuscular disorders. With all due respects and love, I kindly call upon Dr. Ashraf VV for the session. Over to you, sir. Assalamu alaikum.
സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ സ്ലൈഡ്. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. അസ്സലാമു അലൈക്കും. ആദ്യമായി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച മിനാർ സംഘടനയുടെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് മുഹമ്മദ് ഉണ്ണി സാഹിബിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. മുഹമ്മദ് ഉണ്ണി സാഹിബ് കഴിഞ്ഞ ഒരു വർഷമായി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന്. പക്ഷെ പല അസൗകര്യം കാരണം ആദ്യം പറ്റിയില്ല. അപ്പം ഞാൻ ഇത് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ഞാൻ സംസാരിക്കുന്നത് മസ്തിഷ്കാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം എന്നും ഇതിനെ പറയാം, അല്ലെങ്കിൽ സ്ട്രോക്ക്. സ്ട്രോക്കിന്റെ ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഹൃദ്രോഗവും ക്യാൻസറും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരിക്കുന്ന രോഗമാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം. പക്ഷെ ക്യാൻസറും ഹൃദ്രോഗവും പോലെയല്ല, ഇതിൽ അസുഖത്തിൽ നിന്ന് ഭേദപ്പെട്ടാലും പലരും ഇത് ഡിസേബിൾഡ് ആയി. അതാണ് ഇതിലെ ഒരു പ്രത്യേകത. ഇവിടെ കാണിച്ചതുപോലെ ഏകദേശം പകുതിയോളം ആളുകൾ മരിക്കുകയോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആവുകയോ ചെയ്യും, അതായത് കിടപ്പിലാവുകയോ ചെയ്യും. അപ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലെ സെൽസ് ഹാർട്ടിലെ പോലെയല്ല, അല്ലെങ്കിൽ കിഡ്നിയെ പോലെയല്ല. ഈ കോശങ്ങൾ ഒരിക്കൽ നശിച്ചാൽ പിന്നെ അതിന് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് നശിക്കാതിരിക്കാൻ നമ്മൾ എല്ലാവിധ മുൻകരുതലുകളും എടുക്കേണ്ടതാണ്. ഈ ഡിസബിലിറ്റി തന്നെ പല ഇതിലായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയ ഡിസബിലിറ്റി മതി. ഇപ്പോൾ ഒരു എഴുതുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കലാകാരന് ഇപ്പോൾ ചെറിയൊരു കൈയിൻ്റെ വീക്ക്നെസ് വന്നാൽ അയാളെ ജോബ് തന്നെ നഷ്ടപ്പെടും. അപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അത് ആ വ്യക്തിക്ക് മാത്രമല്ല, ആ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിന് തന്നെ അതൊരു വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഈ കോശങ്ങൾ നശിക്കാതിരിക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനം നേരത്തെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. ഇതിനെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ 6 മണിക്കൂറിനുള്ളിൽ ചെയ്യുന്ന ചികിത്സയാണ് നമ്മുടെ ഭാവിയിലെ ഔട്ട്കം നിശ്ചയിക്കുന്നത്. ഈ സ്ലൈഡിൽ കാണിച്ച പോലെ ഒരു വർഷം ഏകദേശം 17 മില്യൺ സ്ട്രോക്സ് ആണ് ഇൻസിഡൻസ്. അത് ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അതുപോലെ ഒരു വർഷം ഏകദേശം 6.5 മില്യൺ ഡെത്ത്സ് സ്ട്രോക്ക് മൂലം ഉണ്ടാവും. ഓരോ 6 ആളുകളിലും ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ഇതുണ്ട്. അതിപ്പോൾ റീസെന്റ് നടത്തിയ പഠനങ്ങളിൽ ഇത് 4-ൽ ഒരാൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് അവരുടെ ലൈഫ് ടൈം. അപ്പോൾ ഓരോ മിനിറ്റിലും ഏകദേശം 10 ആളുകൾ സ്ട്രോക്ക് മൂലം മരിക്കുന്നു വേൾഡ് വൈഡ്. ഇന്ത്യയിലും സ്ഥിതി ഏകദേശം സെയിം ആണ്. ഇന്ത്യയിലെ ഇൻസിഡൻസ് ഓഫ് സ്ട്രോക്ക് വളരെ കൂടി വരുന്നുണ്ട് അടുത്ത കാലത്തായി, എസ്പെഷ്യലി കേരളം പോലുള്ള ഒരു സംസ്ഥാനം. അതിന്റെ കാരണം ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഇൻക്രീസ് ആണ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും കൂടിക്കൂടി വരികയാണ്. അതിനനുസരിച്ച് സ്ട്രോക്കിന്റെ ഇൻസിഡൻസും കൂടി വരുന്നു. ആദ്യമായി എന്താണ് മസ്തിഷ്കാഘാതം? മസ്തിഷ്കാഘാതം എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ രക്തക്കുഴലുകളിൽ പെട്ടെന്നുണ്ടാകുന്ന അസുഖമാണ് മസ്തിഷ്കാഘാതം. ഇത് ഓൾ ഓഫ് എ സഡൻ ആണ് ഉണ്ടാവുക. ഇപ്പൊ ആക്റ്റീവ് ആയിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം സംസാരം വെക്കാൻ പറ്റാതെ ആവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൈഡ് തളർന്നു പോവുക, ഇങ്ങനെയാണ് ഇതിന്റെ ലക്ഷണം ഉണ്ടാവുക. ഇത് രണ്ടായി തിരിക്കാം. ഇതിൽ 85% രോഗികളിലും സ്ട്രോക്ക് ഉണ്ടാകുന്നത് തലച്ചോറിലെ രക്തക്കുഴൽ, ഇവിടെ കാണിച്ച പോലെ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നതാണ്. ഇതിനെ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. പിന്നെ ഒരു 15% രോഗികളിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നത് രക്തക്കുഴൽ പൊട്ടുന്നത് മൂലമാണ്. ഇത് ഇൻട്രാസെറിബ്രൽ ഹിമറേജ് അല്ലെങ്കിൽ ഇൻട്രാസെറിബ്രൽ ബ്ലീഡ് എന്നൊക്കെ പറയും. ഇതിന്റെ ചികിത്സ രണ്ടും വ്യത്യാസമുണ്ട്. പ്രാക്ടിക്കൽ പർപ്പസിന് ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നത് ഇസ്കീമിക് സ്ട്രോക്ക് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും 2 മെയിൻ രക്തക്കുഴലാണ് മസ്തിഷ്കത്തിൽ പോകുന്നത്, കഴുത്തിന്റെ ഫ്രണ്ടിലൂടെയും ബാക്കിലൂടെയും. അപ്പൊ അതിൽ ബ്ലോക്ക് വരാം. ഇനി അതിന്റെ ബ്രാഞ്ചസ്, ബ്രെയിനിന്റെ അകത്ത് ബ്രാഞ്ചസിലും ബ്ലോക്ക് വരാം.
അതേസമയം ഈ ഇൻട്രാസെർബ്രൽ ബ്ലീഡ് അത് ഇസ്കീമിക് സ്ട്രോക്കിന്റെ അത്ര കോമൺ അല്ല. പക്ഷെ അതിന്റെ മെയിൻ റിസ്ക് ഫാക്ടർ ഹൈപ്പർ ടെൻഷനാണ്, അത് അമിത രക്തസമ്മർദ്ദം. ഈ രക്തക്കുഴൽ പൊട്ടിയിട്ടുണ്ടാവുന്നതാണ്. ഇത് മറ്റേ ഇസ്കീമിക് സ്ട്രോക്കിനേക്കാളും ഗുരുതരമാണ്, കൂടുതൽ ഗുരുതരമാണ്. ആൻഡ് ഇതിന് ചിലപ്പോൾ സർജറി ഒക്കെ വേണ്ടി വന്നേക്കാം, എമർജൻസി ആയിട്ട്. പിന്നെ റെയർ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് സ്ട്രോക്കാണ് അന്യൂറിസ്മൽ ബ്ലീഡ്. അന്യൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിലെ ഈ രക്തക്കുഴലുകളിൽ ചെറിയ കുമിള പോലെ അന്യൂറിസം ഉണ്ടാവുകയും അത് പെട്ടെന്ന് പൊട്ടും. ഇത് വളരെ ഗുരുതരമായ രോഗമാണ്. ഇതിലും ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ സ്മോക്കിംഗ്. ചിലർക്ക് ജന്മനാ ഈ അന്യൂറിസം ഉണ്ടാവും, അതൊരു ഏജ് എത്തുമ്പോൾ പൊട്ടും. ഇത് ആണ് പ്രധാനപ്പെട്ട ടൈപ്സ് ഇസ്കീമിക് സ്ട്രോക്കിന്റെ. അടുത്തതായി സ്ട്രോക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കാരണം ഹൃദ്രോഗം പോലെ തന്നെ പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഏകദേശം ഹൃദ്രോഗത്തിന്റെ എല്ലാ റിസ്ക് ഫാക്ടറും സ്ട്രോക്കും ഉണ്ടാക്കാം. അപ്പൊ ഇതിലെ പ്രധാന മെക്കാനിസം ഈ രക്തക്കുഴൽ അടയുന്നതാണല്ലോ, അത് അവിടെ കൊഴുപ്പടഞ്ഞ മൂലമോ മറ്റു പല മെക്കാനിസം കൊണ്ടും അത്രോസ്ക്ലറോസ് എന്ന് പറയും. അത് ഈ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നതാണ്. പിന്നെ ചില രോഗികളിൽ ഈ രക്തക്കട്ടി വേറെ എവിടെയെങ്കിലും ഫോം ചെയ്തിട്ട്, എസ്പെഷ്യലി ഹാർട്ടിന്റെ ചേംബേഴ്സിൽ രക്തം കട്ട പിടിച്ചാൽ അത് ചിലപ്പം ബ്രെയിനിന്റെ വെസൽസിലേക്ക് പോവാം. അതിനെ എംബോളിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ് BP അഥവാ രക്തസമ്മർദ്ദം. ഈ രക്തസമ്മർദ്ദം നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇറ്റ്സ് എ സൈലന്റ് കില്ലർ. അതായത് പലപ്പോഴും അതിന് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് പരിശോധിക്കേണ്ടി വരും. BP കൂടുന്നതാണ് ഒരു പ്രധാന ലക്ഷണം. അപ്പോൾ BP നല്ല കൺട്രോൾ ചെയ്താൽ കുറേ സ്ട്രോക്സിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും BP കണ്ടാലും പല ആളുകളും അതിന്റെ മരുന്ന് കഴിക്കില്ല, അതിന് അഡിക്റ്റ് ആവും, അങ്ങനെ പല റീസൺസ് പറയും. പക്ഷേ ബ്ലഡ് പ്രഷർ നമ്മളെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. എസ്പെഷ്യലി ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ എന്ത് വന്നാലും ഇടയ്ക്കിടയ്ക്ക് പോയി BP ചെക്ക് ചെയ്യുകയും BP കൂടുതലാണെങ്കിൽ അതിന് മരുന്ന് കഴിക്കുകയും വേണം. പിന്നെ ഒരു പ്രധാന റിസ്ക് ഫാക്ടറാണ് പ്രമേഹം. അത് രോഗങ്ങളുടെ രോഗം എന്നറിയപ്പെടുന്ന പ്രമേഹം. ഇതിന്റെ ഇൻസിഡൻസും ഇപ്പോൾ വളരെ കൂടി വരികയാണ്. പ്രമേഹം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതും അത്രോസ്ക്ലറോസിന് ലീഡ് ചെയ്യും. പ്രമേഹം നിങ്ങൾ അറിയുന്ന പോലെ പല അവയവങ്ങളെയും ബാധിക്കാം. പ്രമേഹം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള മരുന്ന് കഴിക്കുകയും പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് ബാക്കിയുള്ള ചെയ്ത് പ്രമേഹം കൺട്രോൾ ചെയ്യലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ട്രോക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ. പിന്നെയുള്ള പ്രധാന റിസ്ക് ഫാക്ടറാണ് പുകവലി. ഈ നിക്കോട്ടിൻ പോയി രക്തക്കുഴലിൽ അടഞ്ഞ് സ്ട്രോക്ക് വരാവുന്നതാണ്. അപ്പോൾ പുകവലി ഉണ്ടെങ്കിൽ അത് ക്വിറ്റ് ചെയ്യുന്നത് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെയിൻ സംഗതിയാണ്. പിന്നെയുള്ളത് കൊളസ്ട്രോൾ, അതായത് രക്തക്കുഴലിൽ കൊഴുപ്പ് കൂടിക്കൂടി വരുന്നതാണ് വേറൊരു മെക്കാനിസം. ബ്ലഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അത് മരുന്ന് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ എക്സസൈസ്, അല്ലെങ്കിൽ ഭക്ഷണം. പിന്നെ ഒരു പ്രധാന റിസ്ക് ഫാക്ടറാണ് വ്യായാമം കുറഞ്ഞ ജീവിത രീതി. അതായത് എപ്പോഴും പറയും സിറ്റിംഗ് ഈസ് ഡേഞ്ചറസ് ദാൻ സ്മോക്കിംഗ് ആൻഡ് അതർ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മളൊരു 6 മണിക്കൂറിലധികം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഇടയ്ക്ക് മൂവ് ചെയ്യണം. അതുപോലെ നടക്കാൻ നമുക്ക് ചാൻസ് കിട്ടിയാൽ നടക്കുക തന്നെ വേണം. അപ്പോൾ ഈ വ്യായാമം കുറഞ്ഞ ജീവിത രീതി ഈ എല്ലാ ജീവിതശൈലി രോഗങ്ങളെ പോലെ സ്ട്രോക്കിൻ്റെയും ഒരു റിസ്ക് ഫാക്ടറാണ്. വേറെ ഒന്നാണ് ഒബീസിറ്റി. നമ്മൾ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ ഐഡിയൽ വെയിറ്റ് നോക്കി അത് വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ. ഇതിലൊരു വ്യക്തിക്ക് ഹൃദ്രോഗം ഉണ്ടായാൽ അതിൻ്റെ വാൾസ്, അതായത് അതിൻ്റെ ഹാർട്ടിൻ്റെ ചേംബർ വാൾസ് വീക്ക് ആവും. അപ്പോൾ അവിടെ ചിലപ്പോൾ രക്തം കട്ട പിടിക്കുകയും അത് പിന്നെ എപ്പോഴെങ്കിലും ചിലപ്പോൾ ബ്രെയിനിലെ വെസൽസിലേക്ക് പെട്ടെന്ന് പോവാം. വേറെ ഒന്നാണ് ഹൃദയത്തിൻ്റെ മിടിപ്പിലുള്ള വ്യത്യാസം, അതിന് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും. അതിലും ചിലപ്പോൾ സ്ട്രോക്ക് ഉണ്ടാവുക. പിന്നെ ഹൃദയ വാൽവിന് തകരാറുള്ള. അപ്പം ഇങ്ങനെ ഹൃദ്രോഗങ്ങളുള്ളവർ അവർ കഴിക്കുന്ന മരുന്ന് കറക്റ്റ് കഴിച്ചില്ലെങ്കിലും ഈ ഇതുപോലുള്ള സ്ട്രോക്ക് വരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിലൊന്ന് വാർദ്ധക്യം, അതായത് വയസ്സ് കൂടുന്തോറും ഹൃദ്രോഗത്തിന്റെ സ്ട്രോക്കിന്റെ സാധ്യതയും കൂടി വരും. വേറൊന്ന് പാരമ്പര്യം. ചില ഫാമിലീസിൽ യങ് ഏജിൽ തന്നെ ഹൃദ്രോഗം അല്ലെങ്കിൽ സ്ട്രോക്ക് മുതലായ കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ ഇടയ്ക്ക് പോയി എല്ലാ പരിശോധനകൾ നടത്തുകയും എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്നുള്ള നോക്കുകയും
അതുണ്ടെങ്കിൽ അതിന് നമ്മളെ മരുന്ന് കഴിക്കുകയും വേണം. അതായത് ഒബീസിറ്റി, ഡയബറ്റീസ്, BP, ഹാർട്ട് ഡിസീസ്, പിന്നെ വ്യായാമില്ലായ്മ, ഫാമിലി ഹിസ്റ്ററി, പിന്നെ ആൽക്കഹോൾ പലപ്പോഴും ചില മാധ്യമങ്ങൾ കാണാറുണ്ട്. ആൽക്കഹോൾ മോഡറേറ്റ് ഡോസ് ഇതിൽ നല്ലതാണ്, പക്ഷെ അത് സത്യമല്ല. ആൽക്കഹോളും ഇതിന്റെ ഒരു മെയിൻ റിസ്ക് ഫാക്ടറാണ്. പിന്നെ മുമ്പ് ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ PIA വന്ന വ്യക്തിക്ക് പിന്നെയും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അതിൽ 4/1 ആളുകൾക്ക് പിന്നെയും സ്ട്രോക്ക് വരാം. പിന്നെ ഏജ്, പിന്നെ സ്മോക്കിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രെയിനിന് ഒരു തവണ തകരാറ് വന്നാൽ അത് രണ്ടാമത് റീജനറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ അറിഞ്ഞുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ ഒരു തവണ സ്ട്രോക്ക് വന്നാൽ ചിലപ്പോൾ മൈനർ സ്ട്രോക്ക് ആയിരിക്കാം, ഫുള്ള് റിക്കവർ ചെയ്യും. അങ്ങനെ റിക്കവർ ചെയ്താലും നമ്മൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായി കൺട്രോൾ ചെയ്യുകയും പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ കഴിക്കുകയും വേണം. അടുത്തതായി മസ്തിഷ്കാഘാതം എങ്ങനെ തിരിച്ചറിയാം? ഹൃദയാഘാതം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അത് പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ വരുമ്പോൾ എല്ലാവരും ഉടനെ ഹോസ്പിറ്റലിൽ പോകും. പക്ഷെ മസ്തിഷ്കാഘാതം അങ്ങനെയല്ല. ചിലപ്പോൾ അതിൻ്റെ സിംറ്റംസ് വളരെ വെയ്ഗായിട്ടായിരിക്കും. ചിലപ്പോൾ വ്യക്തി പെട്ടെന്ന് ബാലൻസ് പോയി നടക്കുമ്പോൾ ഒരു കുഴഞ്ഞ പോലെ നടക്കും. ചിലപ്പോൾ സംസാരം കുഴഞ്ഞിരിക്കും. അപ്പോൾ പലപ്പോഴും ആദ്യം ചിലപ്പോൾ അത് ടെൻഷനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളത് ഇഗ്നോർ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിയാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്കായിരിക്കില്ല, നമ്മൾ പബ്ലിക് പ്ലേസുകളിലൊക്കെ ഒരു വ്യക്തിക്ക് പെട്ടെന്നുണ്ടായാലും നമുക്കത് പറയാൻ പറ്റും, ഇത് മസ്തിഷ്കാഘാതമാണ്, ഉടനെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഈ ലക്ഷണങ്ങൾക്ക് അവബോധം വർദ്ധിപ്പിക്കാൻ വേണ്ടി വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു ആക്രോണിമാണ് ഫാസ്റ്റ് മീന് F മീനിങ് ഫേസ്, അതായത് മുഖം കൂടിപ്പോവുക. അതൊരു പ്രധാന ലക്ഷണമാണ്, അത് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. പിന്നെ വീക്ക്നെസ്, അതായത് A for ആം എന്ന് പറഞ്ഞാൽ കൈ ബലക്കുറവ്, കൈയോ കാലോ എവിടെ വേണമെങ്കിലും ബലക്കുറവ് വരാം. അതാണ് ഒരു പ്രധാന ലക്ഷണമാണ്. പിന്നെയുള്ളത് സ്പീച്ച് ഡിഫിക്കൽട്ടി, അതായത് സംസാരത്തിൽ. ഇത് ചിലപ്പോൾ സംസാരം കുഴഞ്ഞു പോകുന്നതാവാം, ചിലപ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ വളരെ ഇറലവൻ്റ് ആയിട്ടായിരിക്കാം സംസാരിക്കുന്നത്. നമ്മൾ ചോദിച്ചത് മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ ചോദിച്ചതിനായിരിക്കില്ല ഉത്തരം പറയും. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. ആൻഡ് ടൈം എന്നുള്ളത് ഈ സമയത്തിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ T എന്നുള്ള ആക്രോണിം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമാണ്. അടുത്ത കാലത്ത് 2 ഇതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബി ഫാസ്റ്റ്. ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, അതായത് പെട്ടെന്ന് ആള് നടക്കുമ്പോൾ ഓരോ സൈഡിലേക്ക് മറിഞ്ഞു പോവുക, അതാണ് ബാലൻസ്. അതും ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. പിന്നെ പെട്ടെന്ന് ഐസൈറ്റ് പോവുക, ഇത് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുക, അത് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്, അതാണ് ഇതിന്റെ ലക്ഷണം. അപ്പൊ കാഴ്ച അങ്ങനെ ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു സ്ട്രോക്കിന്റെ ലക്ഷണമായിട്ട് പറയാൻ പറ്റില്ല. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി നിങ്ങൾ ആ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ തലച്ചോറിന്റെ ഒരു പ്രത്യേകത, ഈ ഹാർട്ടിന് ഇപ്പൊ മെയിൻലി പമ്പിങ് ആണ് അതിന്റെ മെയിൻ ഫങ്ഷൻ. അതൊരു ഫങ്ഷനാണ് ചെയ്യുന്നത്. അതുപോലെ കിഡ്നീസ് ചെയ്യുന്ന ഫിൽട്രേഷൻ ബ്ലഡ്. പക്ഷെ മസ്തിഷ്കം അങ്ങനെയല്ല, അതിന്റെ ഓരോ ഭാഗവും ഓരോ ഫങ്ഷനാണ് ചെയ്യുന്നത്. ഒരു വിരല് മൂവ് ചെയ്യാൻ ഒരു മസ്തിഷ്കത്തിന്റെ ഭാഗമായിരിക്കും, സംസാരിക്കാൻ ഒരു വേറെ ഭാഗമായിരിക്കും, പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി കൺട്രോൾ ചെയ്യുന്ന വേറെ ഭാഗമാണ്, അല്ല റീഡിങ് നമ്മളെ വായിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഇതിൽ നമുക്ക് എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തി ഒരു ചെറിയ ആഘാതം വന്നാൽ പോലും ചിലപ്പോൾ അതിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായി മറ്റുള്ളത് പോലെ. നമുക്ക് ഹൃദയം, ലിവർ മാറ്റിവെക്കാം, കിഡ്നി മാറ്റിവെക്കാം, ഈവൻ ഹാർട്ട് പോലും കാർഡിയോ ഫെയിലിയറിനായി മാറ്റി. പക്ഷെ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നേരത്തെ ചികിത്സിക്കുക, അത് വരുന്ന തടയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
അപ്പോൾ വേറൊരു ഇത് നമ്മുടെ ബ്രെയിൻ്റെ ഓരോ വശം ഇടതുവശം സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആണെങ്കിൽ പിന്നെ ബ്രെയിൻ സിസ്റ്റം വേറെ. അപ്പോൾ വലതുവശം മനസ്സിലാക്കും. പിന്നെ ഇടതുവശം ബാധിച്ചാൽ പിന്നെ ഇടതുവശത്തിന്റെ പ്രധാന ഒരു ഫംഗ്ഷൻ നമ്മുടെ തലച്ചോറിന്റെ ഇടതുവശത്താണ്. അപ്പോൾ അവിടെ സ്ട്രോക്ക് വന്നാൽ ഇപ്പൊ എന്താണ് ഈ സമയം, കുറച്ച് സമയം അത് ഈ രക്തോട്ടം ഇല്ലാതെ നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആദ്യത്തെ ഓരോ മിനിറ്റ് കഴിയും തോറും ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ആണ് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഓരോ മിനിറ്റിലും ഏകദേശം 2 മില്യൺ ന്യൂറോൺസോളം നഷ്ടപ്പെടും നമ്മൾ ലേറ്റ് ആവും തോറും. അപ്പൊ എത്രയും നേരത്തെ ചികിത്സ തുടങ്ങിയാൽ അത്രയും ബ്രെയിൻ ഡാമേജ് നമുക്ക് കുറക്കാൻ പറ്റും. അതിലൂടെ ഡിസബിലിറ്റി കുറക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോക്ക് തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്താണ് ഉടനെ ചെയ്യേണ്ടത്? സ്ട്രോക്ക് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ്, അതായത് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലിൽ പോകാന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി സ്ട്രോക്കിന് ഹൃദയാഘാതം പോലെ ഒരു ഫസ്റ്റ് എയ്ഡ് ഇല്ല. സ്ട്രോക്ക് വന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഛർദി മുതലായ ഉണ്ടെങ്കിൽ ഒന്ന് ചെരിച്ച് കിടത്തണം, അല്ലെങ്കിൽ കിടത്തണം. നമ്മൾ ഇരുന്നാൽ കൂടുതൽ ബ്ലഡ് ഫ്ലോ കുറയും. ഇതൊക്കെ ഒരു മൈനർ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. അല്ലാതെ ഒരു കാർഡിയാക് മസാജ് പോലെ ഒരു ഫസ്റ്റ് എയ്ഡ് സ്ട്രോക്കിന് ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അടുത്തുള്ള ക്ലിനിക്കിൽ പോയതുകൊണ്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുകയോ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറവാണോ എന്നൊക്കെ നോക്കാൻ വേണമെങ്കിൽ പോവാം. പക്ഷെ അവിടെ ടൈം കൂടുതൽ വേസ്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡയഗ്നോസിൽ സംശയം ഉണ്ടെങ്കിലും അവിടെ കയറി ഒന്നും കൂടി ഉറപ്പിക്കാം. എന്നിട്ട് ഉടനടി ഈ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ആദ്യം നമ്മുടെ രക്തക്കുഴൽ അടഞ്ഞു കഴിഞ്ഞാൽ, ത്രോംബസ് നടന്നാൽ ഒരു ഉടനടി തലച്ചോറിന് ഒരു ഭാഗം കേടാവും. അതാണ് ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ചില വലിയ ഏരിയ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചികിത്സ ചെയ്താലും ചിലപ്പോൾ രോഗിക്ക് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും അതിന് ചുറ്റും ഒരു പെനംബ്ര എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ഇത് സാൽവേജബിൾ ആണ്. അപ്പൊ ഈ പെനംബ്രയെ രക്ഷിക്കുകയും അത് രണ്ടാമത് നോർമലായി കൊണ്ടുവരികയാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ലക്ഷ്യം. അപ്പൊ ആദ്യം നമ്മുടെ ബാക്കിയുള്ള ബ്ലഡ് വെസലിന് ബ്ലഡ് ഫ്ലോ ഇവിടെയൊക്കെ ഉണ്ടാവും പെനംബ്ര. സമയം കഴിയും തോറും ഈ ബ്ലഡ് ഫ്ലോ മതിയാവാതെ വരും. അപ്പോഴാണ് കൂടുതൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ പൊതുവെ പറയുന്നത് ആദ്യത്തെ 1.5 മണിക്കൂർ, അതായത് 90 മിനിറ്റ്സ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ 90 മിനിറ്റ്സിൽ ട്രീറ്റ്മെന്റ് കൊടുത്താൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും പേഷ്യന്റ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രമിക്കണം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ എന്തൊക്കെയാണ് പ്രധാന പരിശോധനകൾ? എപ്പോഴും ആദ്യം ചെയ്യുക ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ നോക്കും. ചിലപ്പോൾ ബ്ലഡ് ഷുഗർ കുറഞ്ഞാലും ചില ലക്ഷണങ്ങൾ കാണാം സ്ട്രോക്ക് പോലെ. അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ECG മുതലായ റുട്ടീൻ പരിശോധന. പിന്നെ പെട്ടെന്ന് സാധാരണ ഹോസ്പിറ്റൽസ് ചെയ്യുക CT സ്കാൻ, അതായത് ബ്രെയിനിന്റെ CT സ്കാനാണ്. ഇത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇത് ബ്രെയിനിലുള്ള ബ്ലീഡിംഗ് ആണോ അല്ല രക്തക്കുഴലിലെ ബ്ലോക്ക് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ബ്ലീഡിംഗ് ആണെങ്കിൽ ഉടനെ സ്കാനിൽ കാണും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ മെജോറിറ്റി ബ്ലോക്ക് ആണല്ലോ. അപ്പോൾ ബ്ലോക്കിൽ ഒരു പ്രശ്നം ആദ്യത്തെ 6 മണിക്കൂറിൽ ഈ CT സ്കാനിൽ ചിലപ്പോൾ ഒന്നും കാണില്ല. ബിക്കോസ് ബ്ലോക്ക് രക്തക്കുഴലിന്റെ അകത്താണ്. ഇത് നമ്മൾ നോക്കുന്ന ബ്രെയിനാണ്. ഈ രക്തം അടഞ്ഞിട്ട് ബ്രെയിനിന് ഡാമേജ് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് CT സ്കാനിലും ആദ്യത്തെ 6 മണിക്കൂറിൽ ചിലപ്പോൾ നോർമലായിരിക്കും. ഇത് ചിലപ്പോൾ രോഗികൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതായത് രോഗിക്ക് ഒരു സൈഡ് തളർന്നിരിക്കുന്നു, പക്ഷേ CT സ്കാൻ നോർമലാണ്. പക്ഷെ അത് CT സ്കാൻ ഏർലി ആയതുകൊണ്ടാണ്. ചിലപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ CT ആൻജിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് കൂടി ചെയ്യും. അത് രക്തക്കുഴൽ എവിടെയാണ് ബ്ലോക്ക് എന്ന് അറിയാനാണ്. വലിയ രക്തക്കുഴലാണോ ചെറിയ രക്തക്കുഴലാണോ മുതലായവ അറിയാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ MRI പോലുള്ള ടെസ്റ്റുകളോ ആവശ്യം വരിക. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സമയമാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ CT സ്കാൻ ആണ് എടുക്കുക. അതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ചില കേസിൽ MRI വേണ്ടി വരും. ചിലപ്പോൾ ഈ സ്ട്രോക്ക് ഉണ്ടായ സമയം ഉറപ്പില്ലെങ്കിൽ, ചിലപ്പോൾ ഉറക്കിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ MRI ചെയ്യും. അതുപോലെ സ്ട്രോക്ക് സംശയമുണ്ടെങ്കിൽ, ചിലപ്പോൾ ഡയഗ്നോസിസ് ഷുവർ അല്ലെങ്കിലും MRI സ്കാൻ വേണ്ടി വന്നു. ഇത് പെട്ടെന്ന് ചെയ്യും. സാധാരണ ഒരു ഹോസ്പിറ്റൽ, സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ സാധാരണ എല്ലാ എമർജൻസിയും പോലെ ഉടനടി ചെയ്യുക എന്നുള്ളതാണ് ഇത്. അടുത്തതായി എന്തൊക്കെയാണ് ഇതിന്റെ ചികിത്സകൾ സ്ട്രോക്കിന്? ചികിത്സ ഇതിൽ പ്രധാനമായിട്ടും നമ്മളെ ബ്ലോക്ക് അത് അലിയിച്ച് കളയാവുന്നതാണ്. ഇതിന് ഈ 1995 മുതൽ ഒരു ചികിത്സ ലഭ്യമാണ്. അതായത് IV ത്രോംബോലൈസ് എന്ന് പറയും. നമ്മുടെ രക്തക്കുഴലിന്റെ അകത്തേക്ക് ഒരു ത്രോംബോലൈസിസ് ഡ്രഗ് ഉണ്ട്, ഈ ക്ലോട്ട് അലിയിക്കാനുള്ള. അത് കൊടുക്കുക എന്നുള്ളതാണ്.
അതിന്റെ ഇഫക്റ്റ് ഏറ്റവും നേരത്തെ കൊടുത്താൽ കൂടുതൽ നല്ല ഇഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോഴുള്ള പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് 4.5 മണിക്കൂർ വരെ ഇത് കൊടുത്താൽ ഇഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ പക്ഷെ ആദ്യത്തെ 90 മിനിറ്റിൽ കൊടുത്താൽ നല്ല കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും. ഇത് പക്ഷെ എല്ലാ രോഗികൾക്കും കൊടുക്കാൻ പറ്റണമെന്നില്ല. ചില രോഗികൾ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട്, അപ്പൊ അത് ഡോക്ടർ ഡിസൈഡ് ചെയ്യും ഇത് കൊടുക്കാൻ പറ്റുന്ന രോഗിയാണോ അല്ലയോ എന്നുള്ളത്. ഇത് കൊടുത്താലും എല്ലാ രോഗികളും നോർമൽ ആവുന്നില്ല. അതായത് ഇത് ഒരു 30% രോഗികളിൽ ഇതിന്റെ ഗുണമുണ്ടാവും. അതും ഉടനെ കാണണമെന്നില്ല. പക്ഷെ അതൊക്കെ കൊടുക്കാത്ത രോഗികളെക്കാളും ബെറ്റർ ആയിരിക്കും, കൂടുതൽ നന്നായി ഇമ്പ്രൂവ് ചെയ്യും. ഇതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചില രോഗികൾ ഇതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാക്കും. പക്ഷെ അത് വളരെ റെയർ ആണ്. അത് സാധാരണ അങ്ങനെ കാണാറില്ല. അത് 20-ൽ ഒരു രോഗിക്കൊക്കെ ഉണ്ടാവാറ്. പിന്നെ അതിന് കുറച്ച് പൈസ, അതായത് ഇമ്പോർട്ടഡ് ഡ്രഗ് ആണ്, ഏകദേശം ഒരു 35,000 to 40,000 rupees വരും. ഇതാണ് ഇതിൽ ആക്ടിലൈസ് എന്നാണ് ഇതിന്റെ ബ്രാൻഡ് നെയിം. ഇതിലും ടൈം പ്രധാനമാണ്. അപ്പോൾ ഇത് ഡോർ ടു നീഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റൽസിലും ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ രോഗിക്ക് ഈ മരുന്ന് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ അതൊരു 30 minutes ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് സ്കാൻ ചെയ്ത് വേഗം മരുന്ന് കൊടുക്കാം. പിന്നെ ഇത് ചെയ്യാൻ പറ്റാത്ത രോഗികളിൽ ഇപ്പൊ 2015 മുതൽ വന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് ഒരു സ്ട്രോക്ക് മാനേജ്മെന്റ് റെവല്യൂഷണറൈസ് ചെയ്യും. അതായത് ഹൃദയാഘാതം പോലെ ഈ കൊറോണറി ആർട്ടറീസിൽ നമ്മൾ കത്തീറ്റർ കടത്തി ക്ലോട്ട് വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ക്ലോട്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യുന്ന, അതായത് മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയും. ഇതും നേരത്തെ ചെയ്താൽ കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഇതിന് 6 മണിക്കൂർ വരെ തെറാപ്യൂട്ടിക് വിൻഡോ ഉണ്ട്. ഇത് എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ അല്ല. ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയറാണ്. അതുപോലെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു 2 lakhs പുറത്തൊക്കെ വരും. ഇതിന്റെ കത്തീറ്റേഴ്സ് ഒക്കെ വളരെ വില കൂടിയതും ഒക്കെ ആയതുകൊണ്ട് ഈ സക്ഷൻ ഡിവൈസും കൂടുതൽ വില കൂടുതലാണ്. ഇത് ചെയ്താൽ ഒരു പകുതിയോളം രോഗികൾക്ക് ഇത് ഗുണം ചെയ്യും. അതുപോലെ ഇത് എല്ലാ രോഗികൾക്കും ചെയ്യാൻ പറ്റില്ല. ഇത് മേജർ വെസൽസ്, വലിയ രക്തക്കുഴൽ അടഞ്ഞ രോഗികൾക്കാണ് ഇത് സാധാരണ ചെയ്യുക. ഇത് അതിന്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ ആണ്, എങ്ങനെ ഇത് വലിച്ചെടുക്കുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട രക്തക്കുഴലാണ്, കരോട്ടിഡ് ആർട്ടറി എന്ന് പറയും. ഇതിലെവിടെയാണ് ക്ലോട്ട് ഉള്ളത്, അതിന്റെ ബ്രാഞ്ചിൽ. നമ്മൾ ആദ്യം ഒരു കത്തീറ്റർ കടത്തും, റീപെർഫ്യൂഷൻ കത്തീറ്റർ എന്ന് പറയും, ഗൈഡ് വയറിലൂടെ. പിന്നെ ഇത് ക്ലോട്ട് ആസ്പിറേറ്റ് ചെയ്യുന്നു. ആസ്പിറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ചികിത്സകൾ. പിന്നെ വളരെ റെയർ സിറ്റുവേഷൻസ് ചിലപ്പോൾ ശസ്ത്രക്രിയ വേണ്ടി വരും. ഇത് സാധാരണയായിട്ട് ഇപ്പോൾ വലിയൊരു തലച്ചോറിന്റെ ഭാഗം കേടായാലും, ഇൻഫാക്ട് വന്നു, അതിന് ചുറ്റും നീർക്കെട്ട് വരികയും രോഗിയുടെ ജീവൻ തന്നെ അപായത്തിലാവുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യും സർജറി റിവേഴ്സ് ചെയ്യാനുള്ള. ഇതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഓപ്പറേഷനാണ്. ഇത് സാധാരണ നമ്മൾ പ്രായം അധികമില്ലാത്ത ആൾക്കാർക്കും പിന്നെ വലതു ഭാഗത്തെ തലച്ചോറിൽ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ചെയ്യാറ്. ചിലപ്പോൾ മറ്റേ സൈഡും ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ട് രോഗിക്ക് വന്ന ഡെഫിസിറ്റ്സ്, അതായത് സംസാരശേഷി ഇമ്പ്രൂവ് ചെയ്യുക, അതൊന്നും ചെയ്യില്ല. ഈ തെറാപ്പി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സാധാരണ രോഗിയെ ICUവിൽ അഡ്മിറ്റ് ചെയ്യുകയും ആദ്യത്തെ കുറേ മണിക്കൂറിൽ ഇതിലെ രോഗിയുടെ രക്തസമ്മർദ്ദം, അതുപോലെ ടെമ്പറേച്ചർ, പിന്നെ ഓക്സിജൻ,
ഇത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. പലപ്പോഴും രോഗിയെ കൊണ്ടുപോയാൽ നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറയും. അത് ഈവൺ മൈനർ സ്ട്രോക്ക് ആണെങ്കിലും ചിലപ്പോൾ പറയും. ബിക്കോസ് സ്ട്രോക്ക് ചിലപ്പോൾ ഭയങ്കര ഫ്ലക്ച്വേറ്റ് ചെയ്യും. ആദ്യം ചിലപ്പോൾ ചെറിയ ഡെഫിസിറ്റ്സ് ആയിരിക്കും രോഗിയെ അഡ്മിറ്റ് ചെയ്യാം, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൂടി എന്ത് വരുന്നു ചിലപ്പോൾ അത് സംഭവിക്കും. അതുകൊണ്ടാണ് രോഗിയെ ICUയിൽ വെച്ച് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. പിന്നെ നേരത്തെ പറയാനുള്ള ഇഞ്ചക്ഷനും പിന്നെ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഈ അക്യൂട്ട് ഫേസ് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് തുടർ ചികിത്സകൾ. അപ്പൊ തുടർ ചികിത്സയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം പകുതിയോളം ആൾക്കാർക്ക് ഈ സ്ട്രോക്ക് കഴിഞ്ഞാൽ ഡിസബിലിറ്റി ഉണ്ടാവും. ഇത് പ്രധാനമായിട്ടും നമുക്ക് 3-4 ആയിട്ട് തരാൻ പറ്റും. ഒന്ന്, ചലനശേഷി നഷ്ടപ്പെടലാണ്. അപ്പൊ അതിന് വേണ്ടത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സൂപ്പർവിഷനിൽ നല്ല എക്സസൈസ് ഫിസിയോതെറാപ്പി ചെയ്യലാണ് ചലനശേഷിക്ക്. പിന്നെ ചിലപ്പോൾ ഒക്യുപ്പേഷണൽ തെറാപ്പി വേണ്ടി വന്നേ, അത് പേഷ്യന്റെ കാലുകളിൽ ക്ലംസിനെസ് കാരണം ചിലപ്പോൾ അവർ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യാൻ പറ്റിയെന്നിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഓക്യുപ്പേഷണൽ തെറാപ്പി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സംസാരശേഷി നഷ്ടപ്പെടുകയാണെങ്കിൽ സ്പീച്ച് തെറാപ്പി വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്കാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഒരു എക്സസൈസ് മാത്രമല്ല, പിന്നെ ചിലർക്ക് മാനസികമായി വളരെ ഡിപ്രഷൻ അതുപോലുള്ള ഇതുണ്ടാവും. അപ്പോൾ കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ, മെമ്മറി പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടി ഒരു ടീം വർക്കാണ് ഇതിൽ പ്രധാനമായിട്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്ട്രോക്ക് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കുറെ കാലങ്ങളോളം ചെയ്യേണ്ടി വന്നേക്കാം. ഇതും വളരെ പ്രധാനപ്പെട്ട. പിന്നെ ഉള്ളത് മരുന്നുകളാണ്. ഇപ്പോൾ സ്ട്രോക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തവണ വന്നാൽ 4-1 സാധ്യതയുണ്ട് പിന്നെയും വരാൻ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ രക്തക്കട്ട വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പൊ ഇത് 2 പ്രധാനപ്പെട്ട ഗുളികകളാണുള്ളത്. ഒന്ന് ആസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രാം. ഇത് എപ്പോഴും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഇത് നിർത്തരുത്. പലപ്പോഴും രോഗി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇത് കഴിച്ചാൽ മതി, ഇനി വരണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ നിർത്തും. പലപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് ഒരു 6 മാസം കൂടുമ്പോൾ നമ്മളെ കാണാൻ പറയുന്നത്. പിന്നെയുള്ളത് ഈ സ്റ്റാറ്റിൻസ്, അതായത് കൊളസ്ട്രോൾ കുറക്കാനുള്ള ഗുളിക. ഈ ഗുളിക ബ്ലഡിലെ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി മാത്രമല്ല, ഈ രക്തക്കുഴലിലെ കൊഴുപ്പ് അടഞ്ഞതിന് കുറക്കാൻ കൂടി ആണ് കൊടുക്കുന്നത്. അപ്പൊ കൊളസ്ട്രോൾ ബ്ലഡിൽ നോർമൽ ആയാലും ചിലപ്പോൾ ഡോക്ടർ ഇത് തുടരാൻ പറയും. അപ്പൊ അത് അതുപോലെ തുടരേണ്ടതാണ്. പിന്നെയുള്ളത് BP, പ്രമേഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ട്രിക്റ്റ് കൺട്രോൾ വേണം. അപ്പൊ അതിനൊക്കെയുള്ള മരുന്ന് പലപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഹാർട്ടിന് തകരാറുള്ള വ്യക്തികളിൽ ചിലപ്പോൾ ആന്റി ക്വാഗുലൻസ്, അതായത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളതാണ്, രക്തം ക്ലോട്ടാവായിരിക്കും, അത് വേണ്ടി വരും. അപ്പൊ അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതും കൂടി കഴിക്കേണ്ടി വരും. പിന്നെ ഒരു വളരെ റെയർ സിറ്റുവേഷനിൽ ചെയ്യുന്ന ഒരു ഇതാണ് ഈ കഴുത്തിലെ കരോട്ടിഡ് ആർട്ടറിയിൽ ഒരു 70% ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. 2 ഇതുണ്ട്. ഒന്ന് കരോട്ടിഡ് എൻഡാട്രക്ടമി എന്ന് പറഞ്ഞൊരു സർജറി, അത് ചിലപ്പോൾ അഡ്വൈസ് ചെയ്യുക. അത് ഇങ്ങനെയുള്ള ബ്ലോക്കിൽ നമ്മൾ ഗുളിക കൊടുത്താലും ചിലപ്പോൾ രോഗിക്ക് പിന്നെയും സ്ട്രോക്ക് ഉണ്ടാവും. അപ്പോൾ ചില ഡോക്ടർമാർ ഇത് അഡ്വൈസ് ചെയ്യും. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് കരോട്ടിഡ് ആർട്ടറി സ്റ്റെൻഡിങ്, നമ്മൾ ഹൃദയത്തിലെ രക്തക്കുഴലിൽ ചെയ്യുന്ന പോലെ കരോട്ടിഡ് ആർട്ടറിയിൽ ഒരു സ്റ്റെൻഡ് വെക്കും, അല്ലെങ്കിൽ സർജറി കരോട്ടിഡ് എൻഡാട്രക്ടമി. ഇത് പക്ഷെ ഒരു ഡെഫിസിറ്റ് വന്ന രോഗിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യില്ല. ഇത് ഫർദർ കൂടുതൽ ഫ്യൂച്ചറിൽ രോഗം വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചികിത്സയാണ്. പിന്നെ രക്തക്കുഴൽ പൊട്ടി, അതായത് ഇൻട്രാസെല്ലുലാർ ബ്ലീഡിൽ ഈ ചികിത്സയല്ല ചെയ്യുക. അത് യൂഷ്വലി നമ്മൾ നീർക്കെട്ട് കുറക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ സർജറി വേണ്ടി വരും പല കേസിൽ. പലപ്പോഴും ന്യൂറോ സർജറി വിഭാഗത്തിലായിരിക്കും ഇവർ അഡ്മിറ്റ് ആവുക. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് വരാതിരിക്കാൻ നമുക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രധാനമാണ്. ഒന്ന്, ബ്ലഡ് പ്രഷർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് കൺട്രോൾ ചെയ്യുക. 2, എക്സസൈസ് എപ്പോഴും ചെയ്യുക. നമ്മളെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആഴ്ചയിൽ ഏകദേശം ഒരു 150 മിനിറ്റ്, അപ്പോൾ ഒരു ഡെയിലി ഒരു 30 മിനിറ്റ് മോഡറേറ്റ് എക്സസൈസ് വളരെ നല്ലതാണ്. അതൊരു 5 ദിവസം ആഴ്ചയിൽ, അതാണ് റെക്കമെൻഡേഷൻ. പിന്നെ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ്. നമ്മളെ പലപ്പോഴും വളരെ നമ്മുടെ ഭക്ഷണ രീതി, എസ്പെഷ്യലി മലബാർ ഏരിയയിൽ വളരെ കൊഴുപ്പ് കൂടിയ ഭക്ഷണവും മധുരം, കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണ രീതിയാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ബാലൻസ് ഡയറ്റ് കഴിക്കുക. പിന്നെ കൊളസ്ട്രോൾ കുറക്കാനുള്ള
കാര്യങ്ങൾ ചെയ്യുക. അത് എക്സസൈസ്, ഡയറ്റ്, പിന്നെ മരുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇതിപ്പോൾ സ്ട്രോക്ക് ഉണ്ടായ സമയത്ത് മാത്രമല്ല, സ്ട്രോക്ക് നമ്മൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഒരിക്കലും സ്മോക്കിംഗ് ചെയ്യരുത്. ചെയ്താൽ ഇവൺ മരുന്ന് കഴിച്ചാൽ പിന്നെയും സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആൽക്കഹോൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് നിർത്തുക. പിന്നെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് പോയി ഒരു ചെക്കപ്പ് നല്ലതാണ്. ഇപ്പൊ ഈ ഹാർട്ടിന്റെ മിടിപ്പിലുള്ള വ്യത്യാസം ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും കാണണമെന്നിരിക്കും. അപ്പൊ അതൊരു ECG എടുത്താൽ മാത്രമേ മനസ്സിലാവൂ. പിന്നെ ഡയബറ്റീസ് എപ്പോഴും നല്ല കൺട്രോളിൽ വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ അടുത്തുള്ള പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് സ്ട്രോക്ക് ഈസ് പ്രിവെന്റബിൾ. അതായത് 80% സ്ട്രോക്സും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വളരെ നല്ല കാര്യം. പിന്നെ ട്രീറ്റ് ചെയ്താലും നമുക്ക് ലോങ് ടേം ഇഫക്ട്സ് കുറക്കാൻ പറ്റും. ഇപ്പൊ ചിലപ്പോൾ പൂർണ്ണമായി രോഗം ഭേദമായി നിൽക്കില്ല, പക്ഷെ മാക്സിമം നമുക്ക് അവരെ ഡിസബിലിറ്റി കുറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇപ്പൊ കൂടുതൽ ആളുകൾ സ്ട്രോക്കിനെ സർവൈവ് ചെയ്യുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ 2000-ന് മുമ്പുള്ള സ്ട്രോക്ക് സർവൈവേഴ്സ് ഇപ്പൊ നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ സർവൈവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അത് ഈ പുതിയ ചികിത്സാ രീതികളും ICU മുതലായുള്ള ട്രീറ്റ്മെന്റും കൂടുതൽ സ്ട്രോക്ക് സെന്റേഴ്സ് വരുന്നതോടെ കൂടുതൽ ആളുകൾ ഇതിനെ സർവൈവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്ട്രോക്ക് കഴിഞ്ഞാലും ആളുകൾ കൂടുതൽ ഡിസബിലിറ്റി ഉണ്ട്. അപ്പൊ അവർക്ക് എപ്പോഴും ഹോപ്പ് കൊടുക്കണം. എല്ലാ സപ്പോർട്ടും, അത് സൈക്കോളജിക്കൽ സപ്പോർട്ടും സോഷ്യൽ സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും കൊടുക്കണം. ഈ മിനാർ പോലുള്ള സംഘടന ഇതിൽ വളരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എസ്പെഷ്യലി ഈ പാലിയേറ്റീവ് കെയർ വഴി ഇങ്ങനെയുള്ള രോഗികൾക്ക് എല്ലാ സഹായം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ താങ്ക് യു. ആൻഡ് ഇതിപ്പോൾ ഈ കോവിഡ് കാലത്ത് ഒരു കണ്ടിരിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അധികം ആൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മടിയാണ്. അപ്പോൾ ഇന്ത്യൻ സ്ട്രോക്ക് അസോസിയേഷൻ ഇറക്കിയ ഒരു ലോഗമാണ്, സ്ട്രോക്ക് സിംറ്റം ഉണ്ടെങ്കിൽ ഡോണ്ട് സ്റ്റേ ഹോം, എപ്പോഴും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, കോവിഡിനെ പേടിച്ച് ഹോസ്പിറ്റലിൽ പോവാതിരിക്കുന്നത്. ടൈം ഈസ് ബ്രെയിൻ. ഞാൻ അതാ ഒന്നും കൂടി പറയാനുള്ളത്. വൈകിയാൽ നമ്മുടെ ചികിത്സ അത്ര ഫലിക്കില്ല. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. അടുത്തത് ചോദ്യോത്തരത്തിലുള്ള ആ സമയമാണ്. സദസ്സിലുള്ളവർക്ക് നേരിട്ട് ഡോക്ടറോട് ചോദിക്കാനുള്ള അവസരമാണിത്. ആവശ്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ അസ്സലാമു അലൈക്കും. ഡോക്ടർ, എൻ്റെ പേര് ഹാരിസ്. ഞാൻ വളപട്ടണം സ്വദേശിയാണ്. പരിപാടി തുടക്കം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മുടെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഡോക്ടർക്ക് പറഞ്ഞത്. ഞാൻ 2 തവണ സ്ട്രോക്ക് വന്ന ആളാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ തവണ വന്നത് ഇപ്പൊ കഴിഞ്ഞ മെയ്യിൽ നോമ്പിന്റെ സമയത്തായിരുന്നു. 2 തവണയും അവരതിനെ ഡയഗ്നൈസ് ചെയ്തത് TIA എന്നൊരു പ്രയോഗം കൊണ്ടാണ്, ട്രാൻസിയന്റ് ഇസ്മിക് അറ്റാക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു 20 വർഷത്തിന്റെ കീഴായിട്ട് BP-യും ഷുഗറുള്ള ആളായിരുന്നു. വലിയ കൺട്രോൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. മരുന്നൊക്കെ കഴിക്കുമായിരുന്നെങ്കിലും ഡയറ്റ് കൺട്രോളും മറ്റൊക്കെ വളരെ പുവറായിരുന്നു. ആദ്യത്തെ തവണ കഴിഞ്ഞ് അവര് പറഞ്ഞത്, ഡോക്ടറെ, അത് ഞാൻ ടൈം അപ്പൊ അവിടെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് അവര് പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല, BP ഷുഗറും ആയിരുന്നു, കുറെ ശ്രദ്ധിച്ചിട്ടാണ് പോയത്. പക്ഷെ ഇപ്പൊ രണ്ടാമതും 2020 വന്നു എനിക്ക്. ആദ്യത്തെ തവണ എന്റെ റൈറ്റ് സൈഡിലാണ് വീക്ക്നെസ് വന്നത്, കൈക്കും കാലിനും ചെറിയ വീക്ക്നെസ് ഉണ്ടായിരുന്നു. അത് പക്ഷെ 3 months പിന്നെ നോർമാലിറ്റിയിലേക്ക് വരാൻ പറ്റി. ചെറിയ ചില മെമ്മറി ചില പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഞാൻ ഇഗ്നോർ ചെയ്തു. കാരണം എല്ലാത്തിന്റെയും പിന്നാലെ ബേജാറായിട്ട് പോയിട്ടില്ല. എനിക്ക് സംസാരിക്കുമ്പോൾ നാവ് കുഴഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരുന്നു.
അപ്പൊ ഒരു വിത്തിൻ ഒരു 2 hours 3 hours ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇതൊക്കെ എനിക്ക് ഞാൻ ഒന്നുകൂടി പറയാം. കാര്യം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അതിലൊക്കെ അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല എന്നാണ് പറഞ്ഞത്. ഈ സി ടി ആൻജിയോ ഞാൻ പിന്നെ മിംസ് പോയിട്ടാണ് ചെയ്തത്. അവിടെ നിന്നാണ് അവരാ പറഞ്ഞത് ഇതും കൂടി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ കഴിക്കുന്നത് ഷുഗറിനും ബി പിക്കുള്ള ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഫുൾ കൺട്രോളാണ്. ബി പി ഞാൻ സ്വന്തമായിട്ട് തന്നെ ഡിവൈസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കൺട്രോളാന്ന് പറയാൻ പറ്റും. പിന്നെ കഴിക്കുന്നത് പ്രിവാ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. ആദ്യത്തെ തവണ ഞാൻ അക്കോസ്പിരിൻ 150 ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ പ്രിവാ ഗോൾഡ്, പിന്നെ ഒരു ന്യൂഹാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഗുളികയും കഴിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ സംഗതികൾ. അപ്പൊ ജസ്റ്റ് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഈസ് ദർ എനിത്തിങ് ടു ബി ഡൺ ഫർദർ? TIA കുറിച്ച് പറയാം. TIA എന്നുള്ള ടേം ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കുറച്ച് സമയം നിന്നിട്ട് മാറിപ്പോകും. അപ്പൊ അതിൽ സ്കാൻ ചെയ്താലൊക്കെ നോർമൽ ആയിരിക്കും. അപ്പൊ പലപ്പോഴും ചിലപ്പോ നമ്മുടെ കൈ കുറച്ചൊന്ന് തളഞ്ഞു വന്നു, നമ്മളൊന്ന് മസാജ് ചെയ്താലൊക്കെ നോർമലാവും. അപ്പൊ പലപ്പോഴും ഇത് നമ്മൾ ഇഗ്നോർ ചെയ്യും TIA. പക്ഷെ TIA ഒരു മേജർ സ്ട്രോക്കിനുള്ള വാർണിംഗ് ആണ്. അപ്പൊ TIA സിംറ്റംസ് കണ്ടാലും വേഗം പോയിട്ട് നമ്മളെ മരുന്ന് കഴിക്കും. പിന്നെ നിങ്ങളുടെ കേസിൽ വരികയാണെങ്കിൽ പ്രിവാ ഗോൾഡ് എന്നുള്ളത് ക്ലോപ്പിഡോഗ്രിലും ആസ്പിരിനും കൂടിയിട്ടുള്ള ഒരു മരുന്നാണ്. നിങ്ങൾക്ക് ആദ്യം ആസ്പിരിൻ മാത്രം കഴിച്ചപ്പോൾ രണ്ടാമതൊരു സ്ട്രോക്ക് ഉണ്ടായത് കൊണ്ടാണ് അത് കഴിക്കുന്നത്. അപ്പൊ മരുന്ന് ഇതന്നെ കഴിച്ചാൽ മതി. ഹലോ ഡോക്ടർ ഇപ്പൊ ആസ്പിരിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ എന്താ പറയാ, ഷുഗറും ഇതൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പൊ കുറച്ചു കാലം ആസ്പിരിൻ കഴിച്ചു. അപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ആസ്പിരിൻ കഴിക്കാൻ വേണ്ടി ഇപ്പൊ റെക്കമെൻഡേഷൻ ആസ്പിരിൻ കഴിക്കരുത്, അതുകൊണ്ട് മറ്റേ വയറിനൊക്കെ വേറെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെന്നുള്ള ഇതായിരുന്നു ഉണ്ടായത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഇത് നമ്മുടെ ബ്ലഡ് ഡൈല്യൂട്ട് ചെയ്യാൻ ആണല്ലോ നമ്മൾ ആസ്പിരിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതില് വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മളൊരു ആസ് എ പ്രിക്കോഷൻ ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഉള്ള ഒരാൾക്ക് പ്രിക്കോഷൻ ആയിട്ട് അത് നേരത്തെ പറഞ്ഞിരുന്നത് എല്ലാ ഡയബറ്റിക്സും ആസ്പിരിൻ ഒരു പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ള നിനക്ക് കഴിക്കാനുള്ളത്. പക്ഷെ ഇപ്പൊ റീസെന്റ് റെക്കമെൻഡേഷൻ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു രോഗമില്ലെങ്കിൽ, അതായത് സ്ട്രോക്കോ ഹൃദ്രോഗമോ അല്ലെങ്കിൽ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അങ്ങനെ രക്തക്കുഴലിൽ കുഴപ്പമില്ലാത്ത രോഗികളിൽ ആസ്പിരിൻ റെക്കമെൻഡ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോഴുള്ള ഇത്. അത് പ്രധാനമായിട്ട് ആസ്പിരിൻ ഒരു ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാവില്ല കഴിച്ചാൽ. അപ്പോൾ ചിലപ്പോൾ അവർ കണ്ടിരിക്കുന്നത് ഈ ലക്ഷണമില്ലാതെ കഴിച്ച രോഗികൾ ബ്ലീഡിങ് കൂടുതലുള്ളതുകൊണ്ട് കഴിക്കണം എന്നില്ല എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. താങ്ക് യു ഡോക്ടർ. ഓക്കെ ഡോക്ടർ ഹലോ. പറഞ്ഞോളൂ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഹലോ ഡോക്ടർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. മഹമ്മൂദ് ഷാ എന്നാണ്, പുതിയ കടക്കാരനാണ്. ഓക്കെ, എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഇപ്പോ സ്ട്രോക്ക് വരുന്നത് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ എന്നാ കേൾക്കുന്നത്. അതായത് എന്റെ വീട്ടിൽ തന്നെ 2 പേർക്ക് ഉണ്ടായിരുന്നു സ്ട്രോക്ക്. ആദ്യത്തെ ഒരാൾക്ക് ഡാമേജ് ആയിപ്പോയതുകൊണ്ട് അത് ശരിയാക്കി നമുക്ക് അറിയില്ലായിരുന്നു ഇത് സ്ട്രോക്കാന്നുള്ളത്. ഇത് എന്താണെന്നുള്ള സംഭവം അറിയില്ല. രണ്ടാമത്തെ ആൾക്കാർക്ക് സ്ട്രോക്ക് മനസ്സിലായി, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അത് നേരെയാവുകയും ചെയ്തു. അപ്പൊ 2 പേർക്കും ഉണ്ടായത് ബ്ലഡ് പ്രഷറാണ്. അപ്പോ ഈ പ്രഷർ അതാണോ ആശ്രയിക്കുന്നത് ശരിക്കും? പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രഷറാണോ വരുന്നത്? അങ്ങനെയല്ല, ഇതിന് മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് അല്ല, നമുക്ക് ഒരു കാരണം അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ BP ഉള്ളവരിൽ സ്ട്രോക്ക് ഒരു റിസ്ക് ഫാക്ടർ ആണ്. അപ്പോൾ പക്ഷെ സ്ട്രോക്ക് വന്ന ഉടനെ ഇപ്പൊ BP ആദ്യം ഇല്ലാത്ത ഒരാൾക്ക് ഇതിന്റെ അക്യൂട്ട് ഫേസിൽ സ്ട്രോക്ക് വന്ന ഉടനെ BP ഒന്ന് ടെമ്പററി, അതായത് താൽക്കാലികമായിട്ടൊന്ന് BP കൂടും ചിലപ്പോൾ. അപ്പൊ അത് നമ്മൾ ഹൈപ്പർ ടെൻഷനായിട്ട് എടുക്കില്ല, ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റും കൊടുക്കില്ല. പക്ഷെ BP നേരത്തെയുള്ള ആളിന് അതായിരിക്കാം റിസ്ക് ഫാക്ടർ. BP ഇതിന്റെ ഒരു പ്രധാന റിസ്ക് ഫാക്ടറാണ്.
അപ്പൊ അത് കൺട്രോൾ ചെയ്യാനുള്ളത് വളരെ പ്രധാനം. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ഞാൻ വേറെ സാധനം, പറയാൻ ഇത് പോകുന്നത് പയറാണ്. അപ്പൊ അത് ആ ഭാഗത്ത് വെച്ചാലേ. ഹലോ ഹലോ പറഞ്ഞു. അതായത് നമ്മൾ വീട്ടിലെ എല്ലാ സാധനങ്ങളും നമ്മൾ ഡിവൈസിൽ മറ്റൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളുള്ള പ്രഷറും മറ്റൊക്കെ ഉണ്ടാകുന്ന ഒരു വീട്ടില് നമ്മളൊരു പ്രഷർ ചെക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് വെച്ചുകൂടെ? അത് ആൾക്കാർ വെക്കുന്നില്ല, അത് ശ്രദ്ധപ്പെട്ട് അത് അതിനെ കുറിച്ച് എന്താണെന്ന് അഭിപ്രായം അറിയാൻ പറ്റും. നമ്മൾ വെക്കുന്നെങ്കിൽ തന്നെ ഡിജിറ്റൽ വെക്കുന്നത് അത് നമുക്ക് ഗുണപരമായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ പറഞ്ഞോളൂ. അപ്പൊ അത് നമുക്ക് വെക്കുന്നത് ഗുണകരമല്ലേ? ഒരു വളരെ ചെക്ക് ഗുണകരമാണ്. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ്. പ്രഷർ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ഓരോ തവണയും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അതിങ്ങനെ കൂടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ദിവസം തന്നെ പലതവണ ഒരു BP ഇല്ലാത്ത ആള് അങ്ങനെ ചെക്ക് ചെയ്യാം. അത് ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അത് കുറച്ചൊന്നും ഒരു സമയത്ത് കൂടുമ്പോൾ നമ്മളത് ആകെ ആങ്സൈറ്റി വന്ന് ഇതാവേണ്ട കാര്യം. പക്ഷെ വീട്ടിലൊരു BP അപ്പാരറ്റസ് ഉള്ളത് നല്ലതാണ്, എസ്പെഷ്യലി പ്രായമുള്ള ആൾക്കാരുണ്ടായി. ഓക്കെ, എന്റെ സംശയം തീർന്നു. വളരെ നന്ദി. താങ്ക്സ് സർ. താങ്ക് യു. പിന്നെ ഈ ചോദ്യങ്ങളിൽ വന്ന ഒരു ഇത് പ്രായത്തിൻ്റെയാണ്. എപ്പോഴും പ്രായമുള്ള ആളുകളിലാണോ സ്ട്രോക്ക് ഉണ്ടാകുന്നത്? പക്ഷെ അത് അങ്ങനെയല്ല, കൂടുതലായിട്ട് കാണുന്നത് പ്രായമുള്ളവരില്ല. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടിരിക്കുന്നത് ഈവൻ ചെറുപ്പക്കാരിലും ചിലപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകും. ചില സ്ട്രോക്സ് ഈ സാധാരണ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ആയിരിക്കില്ല, അത് ചിലപ്പോൾ വേറെ കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് വരും. അപ്പോൾ ഈ വേറെ നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫാണ്. അപ്പം കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ ഈ ഗൾഫിലൊക്കെ കൂടുതലും യങ്സ്റ്റേഴ്സിലാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് പഠനങ്ങൾ തെളിയിച്ചു. അതാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. മുഹമ്മദ് കുഞ്ഞി സാഹിബ് ഇത് അയച്ചു തന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ പാരമ്പര്യവും അത് ഒരു ഘടകമാണ്. അതായത് പക്ഷെ അത് പ്രായമായവരിൽ വന്നതല്ല, പ്രധാനമായിട്ടും കുറവുള്ള ആളുകളിൽ ഫാമിലിയിൽ പല ആളുകൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാന റിസ്ക് ഫാക്ടർ. ഹലോ ഡോക്ടർ. പറഞ്ഞു. വലൈക്കും. ഡോക്ടർ, എൻ്റെ പേര് AK മുഹമ്മദ്. ഞാൻ ഇവിടെ തന്നെ ഉള്ള ആളാണ്. എനിക്ക് എൻ്റെ മരുമകനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഡോക്ടറെ സംശയം തീർക്കാനാണ്. കഴിഞ്ഞ ആഴ്ച 14 വയസ്സിലെ കുട്ടിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച രാവിലെ അവൻ ഉറങ്ങി എഴുന്നേറ്റപ്പോ വന്ന് മുകളിലായിരുന്നു കിടക്കുക. താഴെ വന്ന് പറഞ്ഞു എനിക്ക് തലവേദന ഉണ്ട്, കൈകാല് വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരു 2 മിനിറ്റിനൊക്കെ അവൻ മൊത്തം കുഴഞ്ഞു വീണു. ശരീരം കൈയും കാലും പൊങ്ങാതെയായി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് പറഞ്ഞതനുസരിച്ച് കണ്ണൂര് പോയി. പിന്നീട് കണ്ണൂർ മിംസിൽ അവിടെ ആയിരുന്നു ICU ഉണ്ടായിരുന്നത്. അപ്പൊ അവരവിടുന്ന് പിന്നെ ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ MRI ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ശരിയായ ഒരു ഡയഗ്നോസ്റ്റിക്കിൽ എത്താൻ പറ്റാത്ത ഒരു രീതിയിൽ അവർ സംസാരിച്ചു. പിന്നീട് ഞങ്ങൾ പരിചയ വലയത്തിലുള്ള മറ്റു ചില ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അപ്പൊ അവർ നിർദ്ദേശിച്ചു ചിത്രയോ അമൃതയിലോ കൊണ്ടുപോകാൻ. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോ അവിടുന്ന് ഇതുവരെ ഒരു ഫൈനൽ എന്താന്നുള്ള ഒരു ഡയഗ്നോസിസ് പറഞ്ഞിട്ടില്ല. എൻ്റെ MRI റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ടിൽ അവര് എഴുതിയ ഒരു ഇത് ഡോക്ടർ മനസ്സിലാവും. ഞാൻ വായിച്ചാൽ ഡോക്ടർക്ക് അത് പിടികിട്ടുമല്ലോ. അക്യൂറ്റ് ഓൺസെറ്റ് ക്വാഡ്രാപ്ലീജിയ സെർവിക്കൽ കോഡ് സ്വെല്ലിംഗ് പോസിബിൾ ട്രാൻസ്വേഴ്സ് മൈലറ്റീവ് ഇങ്ങനെയാണ് അതിലുള്ളത്. അതെ, അപ്പൊ എനിക്കറിയാം പ്രോബ്ലമാണ്, സ്ട്രോക്ക് അല്ല. ഓക്കെ. പക്ഷെ അതിൽ വന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു സ്ട്രോക്ക് പോലെ. ഞങ്ങൾ പിന്നെ അതിനെ കുറിച്ചല്ല സ്ട്രോക്ക് കുട്ടികളിൽ റെയർ ആയിട്ട് വരാം, ഈ ചൈൽഡ്ഹുഡ് സ്ട്രോക്ക് എന്ന് പറയും. അത് ഈ BP-യുടെ അല്ല, അത് വേറെ പല ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിലുള്ള പ്രോബ്ലം ഉണ്ട്. ഇതിപ്പോ ഡോക്ടർ അല്ലേ എനിക്കറിയാനുള്ളത്, ഇത് ഒരു കണ്ടീഷൻ ഇത് ചികിത്സിച്ച് കറക്റ്റ് ചെയ്യാവുന്ന അവസ്ഥ തന്നെയാണോ, അല്ല ഇതിന് അതിൽ വളരെ ലോങ് ടൈം എടുക്കുന്ന ഒരു പ്രോസസ് എന്താണുള്ളത് ഡോക്ടറോട്? ഇതിലും ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യൂറോൺസ് നശിച്ചാല് അത് പെട്ടെന്ന് അങ്ങനെ ശരിയാവില്ല. അപ്പൊ പലർക്കും ഈ ബ്രെയിനിന്റെ അസുഖത്തിന്റെ പ്രോബ്ലം ഒരു ലോങ് ടേം ഇഫക്ട്സ് ഉണ്ടാവും. നമ്മൾ ചികിത്സിച്ച് മാറിയാലും ചിലപ്പോൾ ഫുൾ നോർമൽസിയിലേക്ക് വരില്ല. കുറച്ച് ഫലപ്രദത്തെ ക്രമേണ മാത്രമേ മാറുകയുള്ളൂ. ചികിത്സ ഉണ്ട് അതിന്, ഇമ്മ്യൂണോതെറാപ്പി അതൊക്കെ ഫർദർ സ്റ്റഡി ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ അപ്പൊ ചികിത്സിച്ച് മാറ്റാൻ പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടീഷൻ അസുഖമാണ്. അതെ, ചികിത്സ ഇല്ലാത്ത അസുഖമല്ല, ചികിത്സ ഉള്ള അസുഖമാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്.
പറഞ്ഞു. ഉണ്ടാവാറുണ്ട്. പ്രഷർ ഒരു റിസ്ക് ഫാക്ടർ മാത്രമാണ്. പ്രഷർ ഇല്ലാത്ത ആൾക്കാർക്കും എത്രയോ ആൾക്കാർക്ക് സ്ട്രോക്ക് വരാം. അപ്പോൾ വേറൊരു റിസ്ക് ഫാക്ടർ ഞാൻ പറഞ്ഞ പോലെ പ്രമേയമാണല്ലോ. അപ്പോൾ പ്രഷർ ഇല്ലാതെ പ്രമേയമുള്ളവർക്കും സ്ട്രോക്ക് വരാം. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും സ്ട്രോക്ക് വരാം. റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത, അത് ചിലപ്പോൾ പാരമ്പര്യ ഘടകമോ അല്ലെങ്കിൽ പ്രായ കൂടുതലോ കൊണ്ടോ സ്ട്രോക്ക് വരാം. ഒരു ഏജ് പറഞ്ഞു അല്ല, ഒരു ഏജ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ പോലും സ്ട്രോക്ക് വരാവുന്നതാണ്. അതെ. അങ്ങനെയില്ല. അധികവും സ്ട്രോക്കിനൊരു ലക്ഷണം ഉണ്ടാവും. മൈനർ സ്ട്രോക്കിനും ലക്ഷണം ഇപ്പൊ ചെറിയൊരു ബലക്കുറവ് വന്ന് പെട്ടെന്ന് മാറിപ്പോകുന്ന ലക്ഷണം, അതാണ് അതിന്റെ ഇത്. അപ്പൊ അതിനായിട്ട് അങ്ങനെ ഒരു സ്ക്രീനിങ് ആയിട്ടൊരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ലക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കണം. അല്ലെങ്കിൽ റുട്ടീൻ ചെക്കപ്പിൽ ഇപ്പൊ ഷുഗർ ഇതൊക്കെ ഉള്ളവർക്ക് നമ്മൾ സ്ക്രീൻ ചെയ്ത് മനസ്സിലാക്കണം. ചൂടാകുന്ന അതുകൊണ്ട് വെച്ച് ചൂട്. ഹലോ ഹലോ സാർ, എൻ്റെ പേര് നൗഫൽ എന്നാണ്. കഴിഞ്ഞ 10 days മുമ്പ് എൻ്റെ ഉമ്മാക്ക് മൈൽഡ് സ്ട്രോക്ക് ഉണ്ടായി. അപ്പോ ഒരു ദിവസം വൈകിട്ട് ചെറിയ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അടുത്ത് സമീപിച്ചു. അപ്പോൾ അവര് ചെക്ക് ചെയ്തിട്ട് അത് പ്രഷർ ആണെന്നുണ്ട്. പ്രഷറിന് ഗുളിക കൊടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ നൈറ്റ് ടൈമിലാണെന്ന് തോന്നുന്നു ഇത് ബുദ്ധിമുട്ട് കൂടി. ഒരു സുബഹിക്ക് മുമ്പായിട്ട് എനിക്ക് നോക്കുമ്പോ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു. അപ്പൊ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോ അവര് CT സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഇതൊരു മൈനർ സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നോ ഹെമറേജ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പുറത്താണ്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അവരോട് ചോദിച്ചു. അപ്പൊ തന്നെ അവര് ഇഞ്ചക്ഷൻ എടുത്ത് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇഞ്ചക്ഷന്റെ ആവശ്യമില്ല, ഇത് മൈൽഡ് ആണ് എന്ന് പറഞ്ഞിട്ടു. പിന്നെ അന്നത്തെ ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അവിടെ കോവിഡ് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഉമ്മക്ക് നടക്കാനൊക്കെ പറ്റിയിരുന്നു. പിടിച്ചിട്ടായാലും നടന്നിരുന്നു. പിന്നെ കയ്യിനും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. വായക്ക് ചെറിയൊരു കോട്ടൺ ഉണ്ടായിരുന്നത്. പക്ഷെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് സുബഹിക്ക് തന്നെ ഉള്ളെടുക്കുന്ന സമയത്തൊക്കെ ശരിക്കും കയ്യും കാലൊന്നും ശരിക്കും ഒരു ബലക്കുറവ് കണ്ടുകൊണ്ടാണ് അപ്പൊ തന്നെ പോയത്. വായക്കും ചെറിയൊരു കോട്ടൺ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ തന്നെ നടന്നിരുന്നു. അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴാണ് കയ്യും കാലും കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഇത് വീക്കായിരിക്കുന്നത്. അങ്ങനെ നമ്മള് തൃശ്ശൂർ ജൂബിലി മെഡിസിൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പിന്നെ ഇപ്പൊ ഒരു 5 ദിവസത്തോളം അവിടെ അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു വന്നു. ഇപ്പൊ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞത് കാലിന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആവും, കൈക്ക് ഇല്ല, അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എന്നൊക്കെ പറയുന്നു. അപ്പൊ എനിക്ക് സംശയം നമുക്ക് തോന്നിയത് ഫസ്റ്റ് ദിവസം അവര് എടുക്കേണ്ട ഇഞ്ചക്ഷൻ മിസ് ആയതുകൊണ്ടായിരിക്കോ ഇങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുള്ളത്? ഈ ത്രോംബലൈസിന്റെ ചില ഇൻഡിക്കേഷൻ ഉണ്ട്. ഡിസേബിളിംഗ് സ്ട്രോക്ക് ആണെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ. ബിക്കോസ് അതിനൊരു സൈഡ് ഇഫക്റ്റ് ഒക്കെ ഉണ്ട്. വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ല, ചെറിയൊരു തരിപ്പോ ഇതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ത്രോംബലൈസ് ചെയ്യില്ല. പക്ഷെ അതിന്റെ ഒരു റിസ്ക് ഇതാണ്, വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അത് കൂടിയേക്കാം. അതിപ്പോ ഈവൻ ത്രോംബലൈസ് ചെയ്താലും ചില കേസിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിനൊരു ഇൻഡിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവർ ചെയ്യാറ്. പക്ഷെ അത് ആ സമയത്ത് ഇല്ലാത്തൊരു വീക്ക്നെസ് അന്ന് നൈറ്റ് പിറ്റേഴ്സ് രാവിലെ അതെ അതെ, അത് അങ്ങനെ കാണാറുണ്ട് ചിലപ്പോൾ. സ്ട്രോക്ക് പ്രോഗ്രസ് ചെയ്യും, അതുകൊണ്ടാണ് എപ്പോഴും ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് പറയുന്നത്, ഈവൻ മൈനർ ആണെങ്കിലും. പക്ഷെ അവിടെ ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ ന്യൂറോളജിസ്റ്റ് വീക്ക്ലി വൺസ് വന്നിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ പിറ്റേ ദിവസം മാറ്റിയത്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് ഒരു ഇതുകൊണ്ടായിരിക്കോ എന്നുള്ള സംശയമാണ്. അങ്ങനെയല്ല, ഞാൻ പേഷ്യന്റ്, അപ്പൊ ഞങ്ങൾ ചിലത് ട്രീറ്റ്മെന്റ് കൊടുത്താലും ഇതുപോലെ ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട്. അത് അടുത്ത ദിവസം ചിലപ്പോൾ 1 month മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ശരിയായിക്കോളും. അങ്ങനെ ചെയ്തപ്പോഴും ചെയ്തോണ്ടിരിക്കണല്ലോ. കൈയുടെ കാര്യത്തിലൊരു പുരോഗതി എത്തിയിട്ടില്ല.
ഓക്കെ സർ. ഹലോ സർ. ആ ഹലോ. 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 സാർ ഞാൻ പ്രതിഭ. സാർ പിന്നെ അത് വെച്ചാല് ഞങ്ങൾ ഈ കൈകളിൽ ഉണ്ടാവുന്ന തരിപ്പില്ലേ, അത് ഈ അത് വെച്ചാല് ഇപ്പം 40 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. നിങ്ങൾ പറയുന്നത് നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടാകും. കൈ വെള്ളയിലുള്ളല്ല, ഈ ലെഫ്റ്റ് ഹാൻഡ് എൽബോ അവിടെ എപ്പോഴും ഒരു വേദനയും തരിപ്പും. കാരണം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എപ്പോഴും തരിപ്പായിരുന്നു കൈക്ക്. അപ്പോ അത് മാത്രല്ല, മറ്റുള്ള സമയം അവിടെ എപ്പോഴും പെയിന് വരുന്നുണ്ട്. അപ്പൊ കുറച്ച് ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ ഒരു മസാജ് ഇതൊക്കെ ചെയ്തു, പക്ഷെ അതിനൊരു മാറ്റമില്ല. ഇതൊരു സ്ട്രോക്കിന്റെ ഒരു ലക്ഷണമാണോ? ഇത് സ്ട്രോക്കിന്റെ ലക്ഷണമല്ല. സ്ട്രോക്ക് ഇങ്ങനെ ഡ്രമാറ്റിക് ആണ് അതിന്റെ പ്രസന്റേഷൻ. അത് പെട്ടെന്ന് ഒരു ഭാഗത്ത് തരിപ്പ് വരിക അല്ലെങ്കിൽ ബലക്കുറവ് വരിക, അങ്ങനെയാണ് അതിലുണ്ടാവുക. കയ്യിലെ തരിപ്പ് വേറെ പല കാരണം കൊണ്ടും വരാം. ഇപ്പൊ ചിലപ്പോ ഡിസ്ക്, കഴുത്തിന് ഡിസ്ക് ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം, അത് ഈ കൈവെള്ളയിൽ വരുന്ന തരിപ്പ് സാധാരണ സ്ത്രീകൾ കാണാറ്. അതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. നിങ്ങൾ ഈ ഡിസ്ക്രൈബ് ചെയ്ത ലക്ഷണം സ്ട്രോക്കിന്റെ അല്ല. ന്യൂറോ ഡോക്ടർ, ന്യൂറോ അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നതാണോ? ഒരുപാട് ആവാം, ചിലപ്പോ ഓർത്തോ ആവാം, ആരെയും കാണിച്ചാലും. എനിക്ക് തോന്നുന്നു പിന്നെ ചോദ്യങ്ങൾ തീർന്നു എന്ന് തോന്നുന്നു. മുഹമ്മദ് സാഹിബ്, ആ എഴുതിയതിൽ ഏതെങ്കിലും ഇനി പറയാനുണ്ടോ? ഇല്ല, ഏറെക്കുറെ വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നൊന്ന് എന്തായിരുന്നത്, ഈ വാഹനാപകടത്തില് സ്പൈനൽ കോഡിന് ക്ഷതം പറ്റി അംഗവൈകല്യം, അതും സ്ട്രോക്ക് കാരണമുള്ള അംഗവൈകല്യം എന്താ വ്യത്യാസം? ഈ സ്പൈനൽ കോഡ് പ്രധാനമായിട്ടും നമ്മുടെ അതിന് താഴേക്കുള്ള മോട്ടോർ പവറിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു മിഡ് തൊറാസിക് സ്പൈനൽ കോഡിൽ പറ്റിയ കാലിന് രണ്ടും തളർന്നു. അതിലൊരിക്കലും സംസാരശേഷിക്കോ നമ്മുടെ ബോധത്തിനോ എഫക്റ്റ് ചെയ്യാറില്ല. പക്ഷെ കൂടുതലായിട്ടും അതിന് ഈ ബലക്കുറവ് വരിക, പിന്നെ നമ്മുടെ മൂത്രത്തിന്റെ ബ്ലാഡർ കൺട്രോൾ പോകും, മൂത്രം ഒഴിക്കാനുള്ള കപ്പാസിറ്റി പോകും, അതുപോലെ മലം പോകാനുള്ള കപ്പാസിറ്റി പോകും. അതാണ് അതിൽ കൂടുതലായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ളത്. അതിന്റെ റീഹാബിലിറ്റേഷനൊക്കെ സ്ട്രോക്ക് പോലെ തന്നെയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഇത് പാരമ്പര്യമായിട്ട് എത്ര ശതമാനം ഉണ്ടാവും? പിന്നെ കണ്ണൂർ ജില്ലയിൽ ഇതിന്റെ സ്ട്രോക്ക് ഹോസ്പിറ്റൽ ഏതെല്ലാന്നൊന്ന് പറയാൻ പറ്റുമോ? കണ്ണൂർ ജില്ലയിലെ മിംസ്, കൊയിലി, AKG അവിടെയൊക്കെ ത്രോംബോലൈസ് ചികിത്സ ഉള്ളതായിട്ടാണ് എനിക്കറിയാം. അവിടെയൊക്കെ ന്യൂറോളജിസ്റ്റ്, ന്യൂറോ സർജനും ഉണ്ട്, ത്രോംബോലൈസ് ചികിത്സയും ചെയ്യുന്നുണ്ട്. പിന്നെ ത്രോംബെക്ടമി അവിടെ ചെയ്യുന്നുണ്ടാവില്ല, അത് അവർ മിക്കവാറും കോഴിക്കോടേക്ക് വിടും. പിന്നെ പാരമ്പര്യം അങ്ങനെ ഒരു ശതമാനം പറയാൻ കഴിയില്ല, അതൊരു മൾട്ടി ഫാക്ടോറിയലാണ്. ഇപ്പോൾ പ്രമേഹം പാരമ്പര്യമായിട്ടുണ്ടാകുമ്പോൾ അത് കൂടുതൽ സ്ട്രോക്കിലേക്ക് നയിക്കും, അങ്ങനെ പറയാം. ഇൻഷാല്ലാ, ജസാക്കല്ലാഹ് ഖൈർ. സാജിദ് സാഹിബ്, അടുത്ത പരിപാടിയിലേക്ക് കടക്കാവോ? Thank you, Doctor, for your informative session and your very valuable time. Thank you, Doctor. ഉപസംഹാര ഭാഷണത്തിനായും ഇനി നടക്കാനുള്ള വിവിധ പരിപാടികളെ കുറിച്ച് വിശദീകരിക്കുന്നതിനായും മിനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മിനാർ മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് സാജിദ് PK അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഇവിടെ ഈ സെഷന് നേതൃത്വം നൽകിയ ബഹുമാന്യനായ ഡോക്ടർ അഷ്റഫ്, ഈ പരിപാടിയുടെ അധ്യക്ഷൻ മിനാറിൻ്റെ വൈസ് ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി സാഹിബ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, വെരി ഗുഡ് ഈവനിങ്. ഇന്നത്തെ ഈ ദിവസം എനിക്ക് തോന്നുന്നു വളരെ
വളരെ ഇൻഫോർമേറ്റീവായ, പ്രത്യേകിച്ച് സ്ട്രോക്കിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ തന്നെ ഒട്ടുമിക്കതും നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഡോക്ടർ വി വി അഷ്റഫിനെ ഈ സമയത്ത് അങ്ങേയറ്റത്തെ കടപ്പാട് അറിയിക്കുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്നായിരുന്നു നമ്മൾ നേരത്തെ ആഗ്രഹിച്ചിരുന്നത്. ഈ കോവിഡിന് മുമ്പേ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. 1-2 ഡേറ്റുകൾ തീരുമാനിച്ചുവെങ്കിലും നമുക്കത് ചില കാരണങ്ങളാൽ നടത്താൻ പറ്റിയില്ല. കുറെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ആളുകളെ കാണാനുള്ള ഒരു അവസരം കൂടി അത്തരം ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഒരുമിച്ച് കൂടിയവരിലും എനിക്ക് തോന്നുന്നു ആ അർത്ഥത്തിൽ കൂടി ഭംഗിയുള്ള ഈ പരിപാടിക്ക് അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. നമ്മുടെ സ്വദേശിയായ എന്നാൽ ന്യൂറോളജി ഈ ഒരു രംഗത്ത് വലിയ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഈ ഒരു പരിപാടിക്ക് ലഭിച്ചു എന്നത്, ആ ഒരു സന്തോഷം കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മിനാർ 7 വർഷം പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ചില പരിപാടികളുടെ ഒരു സീരീസ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 7 പ്രോഗ്രാമുകൾ 7ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ 7 സെന്ററുകളുടെ, മിനാറിന്റെ കീഴിൽ 7 വകുപ്പുകളാണുള്ളത്, 7 സെന്ററുകളാണുള്ളത്. 7 സെന്ററുകളുടെയും പ്രോഗ്രാമുകൾ ഈ സ്വഭാവത്തിൽ ഉണ്ടാവുക എന്നത് നമ്മൾ തീരുമാനിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ 7th ആനിവേഴ്സറി പ്രോഗ്രാമുകളുടെ ഇനാഗുറേഷൻ നടന്നത്. അതിനോടനുബന്ധിച്ച് ഒരു ആംബുലൻസ് നമ്മൾ പുതുതായി 3ാമത്തെ ആംബുലൻസ് നമ്മൾ ലോഞ്ച് ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ആണ് അത് നിർവഹിച്ചത്. ഇപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച സോഷ്യൽ വെൽബീങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന മിനാറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ സെന്ററിന്റെ കീഴിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ നടക്കുകയാണ്. അത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു നന്മ വിളയും നാട്ടുപച്ച എന്ന തലക്കെട്ടിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനിന്റെ ഇനാഗുറേഷനാണ് യഥാർത്ഥത്തിൽ അടുത്ത ഞായറാഴ്ച നടക്കുന്നത്. അപ്പോൾ കാർഷിക മേഖലയിൽ അടുക്കള കൃഷി, നെൽകൃഷി അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ഒരു ഗ്രാമീണതയും നമ്മുടെ ഒരു ജീവിതവുമായിരുന്നു കൃഷി യഥാർത്ഥത്തിൽ. പ്രത്യേകിച്ച് മാട്ടൂൽ എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം നമുക്ക് അന്യം നിന്നു പോയ ഒരു കാലഘട്ടത്തിൽ ചെറിയ തോതിലെങ്കിലും നമുക്കത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു പരിപാടി കണ്ടിരിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനും അതിൻ്റെ ഭാഗമായി കൃഷിയുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള സഹായങ്ങളും അത് പൂർത്തീകരിക്കുന്ന ആളുകളെയും ആ മേഖലയിൽ മികവ് പുലർത്തുന്ന ആളുകളെയും ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഈ സ്വഭാവത്തിലുള്ള ഒരു വലിയൊരു പരിപാടിയാണ്, ഒരു ക്യാമ്പയിനാണ് അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പാലിയേറ്റീവ് മേഖലയിലും വലിയ സേവനങ്ങൾ അനുഷ്ഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മിനാർ. ഏകദേശം 600ഓളം പേഷ്യന്റിന് ആ അർത്ഥത്തിൽ മിനാറിന്റെ സേവനം ലഭ്യമാകുന്നുണ്ട്. ഈ 7ാം വാർഷികത്തോടനുബന്ധിച്ച് ആ സേവനങ്ങളെയും കുറച്ചുകൂടി വിപുലപ്പെടുത്താനും അതിന്റെ വളണ്ടിയർ വിങ് കുറച്ചും കൂടി ശക്തമാക്കാനുമുള്ള ഒരു ശ്രമവും ആലോചനയും നമ്മൾ നടത്തുകയാണ്. ഒക്ടോബർ 18-ന് ആ സ്വഭാവത്തിലുള്ള ഒരു പ്രോഗ്രാം പാലിയേറ്റീവിന്റെ വിങ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതേപോലെ എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് ആൻഡ് ഫാമിലി ഡെവലപ്മെന്റ്, ഇങ്ങനെ ഓരോ വിഭാഗത്തിന്റെയും ആ സ്വഭാവത്തിലുള്ള പരിപാടികളും പദ്ധതികളും ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ തന്നെ അനൗൺസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ കൂടുതൽ ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മിനാറിന്റെ പ്രവർത്തനങ്ങൾ, അതേപോലെ മെറിറ്റ്, മിനാറിന്റെ കീഴിലുള്ള വളണ്ടിയർ വിങ്, മിനാർ എമർജൻസി റെസ്പോൺസ് ആൻഡ് ഇന്റർവെൻഷൻ ടീം എന്ന പേരിൽ കഴിഞ്ഞ പ്രളയത്തോടനുബന്ധിച്ചുണ്ടാക്കിയ ആ ഒരു വിങ്ങും വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇന്നലെ നമ്മുടെ പ്രദേശത്തുള്ള പൊതുജന സമ്പർക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളും മുഴുവൻ സ്ഥലങ്ങളും അണുവിമുക്തമാക്കിക്കൊണ്ട് 7ാം വാർഷികത്തിന്റെ ഒരു സമ്മാനം എന്നുള്ള നിലക്ക് അങ്ങനെ ഒരു സേവനം സമർപ്പിക്കുവാൻ
മെറിറ്റിന്റെ വളണ്ടിയർമാർക്ക് സാധിച്ചതും ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മിനാറിന്റെ ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാവണം എന്ന് ഉണർത്തുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഈ മെഡിക്കൽ എയ്ഡ് ആൻഡ് ഗൈഡൻസിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും പദ്ധതികളും അതിന്റെ കീഴിൽ അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ തന്നെ നിങ്ങളിലേക്ക് അതൊക്കെ എത്തും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മിനാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന്, നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരങ്ങളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ടും കൃതജ്ഞത അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകമായി ഈ യോഗം, ഈ ഒരു സെഷന് നേതൃത്വം നൽകിയ ബഹുമാന്യനായ ഡോക്ടർ വി അഷ്റഫ് അവറുകൾക്ക് മിനാറിന്റെ ഹൃദയംഗമായ കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി. ദൈവം തമ്പുരാൻ നമ്മുടെ ഇത്തരം ശ്രമങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്രദമാകും വിധത്തിൽ നമ്മുടെ നാടിൻ്റെ പരിവർത്തനത്തിന്, നാടിൻ്റെ സാമൂഹികമായ ഉന്നമനത്തിനുതകും വിധം ഈ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പ്രപഞ്ചനാഥന് സ്തോത്രം. ഈ സായാഹ്നത്തെ സമ്പന്നമായ ഏവർക്കും നന്ദി. എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൾ.